ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ? അത് പണമായിക്കോട്ടെ, ചിലപ്പോൾ നല്ലൊരു ജോലി ആയിക്കോട്ടെ, നല്ലൊരു ലൈഫ് ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു കുഞ്ഞിനെ ആയിക്കോട്ടെ, എന്തിനെ ആയാലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ വലിയൊരു സീക്രട്ടാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റോപ്പ് കംപ്ലൈനിങ്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം? പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പരാതി പറയാതെ ഇരിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾ ഒരു ദിവസം രാവിലെ പരാതി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഡേ ഫുള്ള് പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ഓരോരോ കംപ്ലൈനിങ് ആയിരിക്കും. കംപ്ലൈൻ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും വരുന്നത്. രാവിലെ താമസിച്ച് എഴുന്നേറ്റു എന്നിട്ട് നിങ്ങൾ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കംപ്ലൈൻ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളുടെ ബസ് അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ താമസിക്കുന്നു, അതും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നു. അവിടെ ചെന്ന് നിങ്ങളുടെ സിസ്റ്റം ചിലപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അത് അടുത്തൊരു കംപ്ലൈൻ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം കംപ്ലൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ദിവസം ഫുൾ കംപ്ലൈൻ്റ് ആയിരിക്കും. അതായത് ഓരോ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഓരോ ദിവസം കിടക്കുമ്പോഴും ഒരു 30 ദിവസം കഴിയുമ്പോൾ ഒരു മാസമാകും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു നെഗറ്റീവ് പാറ്റേണിലാണ് പോകുന്നത്. ഈ നെഗറ്റീവ് പാറ്റേണിനെ ഇപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് പാറ്റേണിനെ നമുക്ക് റീറൈറ്റ് ചെയ്യണം. അതുകൊണ്ട് ഒന്നിനും കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, മറ്റുള്ളവരെ ഒരുപാട് ശ്രദ്ധിക്കാതിരിക്കുക. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അബദ്ധം, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതും ഒരു കംപ്ലൈനിങ് ആണ്. അതൊരു കംപ്ലൈനിങ് ആണ്. നിങ്ങൾ മറ്റൊരാളെ കുറിച്ചിട്ട് അവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ എനർജിയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നല്ല നിലയിൽ എത്തിയ ഒരു വ്യക്തിയെ അഡ്മയർ ചെയ്തിട്ട് അവരെക്കുറിച്ച് നല്ലത് പറയുന്നില്ല? നിങ്ങൾ നല്ല നിലയിൽ എത്തിയൊരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? ആ പുള്ളി വേറെ രീതിയിലാണ് പൈസ ഉണ്ടാക്കിയത്, ആ പുള്ളിക്ക് ബ്ലാക്ക് മണിയാണ്, ആ പുള്ളിക്ക് അതാണ്, ആ പുള്ളിക്ക് ഇതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ പുള്ളിക്ക് ഇതൊന്നും ആയിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം നെഗറ്റീവായിരിക്കും ആ പുള്ളിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയുന്നത് കൊണ്ട് ആ പുള്ളിക്ക് എന്തെങ്കിലും, ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവിക്കുമോ? ഒരിക്കലുമില്ല. ആ വ്യക്തി ഇത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആവും. നിങ്ങളുടെ ആ ഒരു ഇമേജ് പോകും അല്ലേ? ആ വ്യക്തി അറിയുന്നില്ലെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ, ഈ നെഗറ്റീവ്സ് എല്ലാം നിങ്ങളുടെ ലൈഫിനെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നെഗറ്റീവുകൾ വരും. അസൂയ, ജലസി, അതേപോലെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക. എപ്പോഴും കാണത്തില്ല ഈ ഓഫീസിലൊക്കെ ഒരു ഗ്രൂപ്പ് ലഞ്ച് ടൈമിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ട് മൂന്നാമതൊരാളെ കുറിച്ചിട്ട് കുറ്റം പറയുന്നത്. സ്റ്റോപ്പ് ദാറ്റ്. നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അതിൽ നിന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച്, ജസ്റ്റ് ആ ഒരു സെക്കൻഡിലുള്ളൊരു മാനസിക സന്തോഷം എന്നല്ലാതെ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടുള്ള അസൂയ വിടുക, മറ്റുള്ളവരോടുള്ള ദേഷ്യം കളയുക, മറ്റുള്ളവരോടുള്ള വെറുപ്പ് കളയുക. ഈ 3 നെഗറ്റീവ് ഇമോഷൻസിനെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റുക. അതായത് ഗോസിപ്പിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പിനകത്ത് എൻഗേജ് ചെയ്യാതിരിക്കുക, അതിനെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക, അതിനകത്ത് പങ്കെടുക്കാതിരിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതിരിക്കുക, കംപ്ലൈൻ ചെയ്യാതിരിക്കുക. കംപ്ലൈൻ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻ ചെയ്യരുതെന്നല്ല പറയുന്നത്. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയത്തില്ല, നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത്, നീ അതാണ്, അല്ലെങ്കിൽ എനിക്ക് ബസ് താമസിച്ച് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ താമസിച്ച് ജോലിക്ക് എത്തി, നീ എന്ത് ചെയ്യും? ഒരു വെപ്രാളവും ഒരു പരവേശവും. എന്തൊക്കെയോ കംപ്ലൈൻറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെയോ കംപ്ലൈൻറ്റ്സ് ചെയ്യുന്നു. അത് ഒഴിവാക്കുക. അല്ലാതെ ഒരാൾ നിങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട, അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളെ നിങ്ങളത് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ റിപ്പീറ്റ് ആവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം സംഭവിച്ചു, അതവിടെ വിടുക. പണ്ട് കാലത്ത് പറയത്തില്ല,
ഞങ്ങളുടെ അമ്മയും മുത്തശ്ശിയൊക്കെ പറയാറുണ്ട്, മനസ്സിനൊരു വിഷമമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, ആരോടെങ്കിലും പറയുക. ആരോടെങ്കിലും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന വരുന്ന 10 പേരെടുത്ത് പറഞ്ഞാൽ ഈ 10 വട്ടവും നിങ്ങൾ ആ ഒരു കാര്യത്തിനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും തോറും എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സെയിം പാറ്റേൺ ആണ് അട്രാക്ട് ചെയ്യുന്നത്. അട്രാക്ഷൻ എന്താണ് പറയുന്നത്? വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ബിലീവ് യു വിൽ അട്രാക്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, നിങ്ങൾ എന്ത് പറയുന്നുവോ, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ, നിങ്ങൾ അതാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റിനെ നിങ്ങൾ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരിക്കലും ഹീലാവത്തില്ല. അതെന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ വീണ്ടും വീണ്ടും നെഗറ്റീവ് പാറ്റേൺസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലർ ചിലപ്പോൾ ഒരു 4 വിവാഹം അല്ലെങ്കിൽ 5 വിവാഹമൊക്കെ കഴിക്കും. 4ഉം 5ാമത്തെ വിവാഹം എന്ന് പറഞ്ഞാൽ 4ഉം ഡിവോഴ്സ്ഡ് ആയിരിക്കും. 5ാമത്തെ ലൈഫിനകത്തും അവർ ഹാപ്പി ആയിരിക്കത്തില്ല. സെയിം ക്യാരക്ടറുള്ള വ്യക്തിയെ തന്നെ കല്യാണം കഴിച്ചു വരുള്ളൂ. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയത്തില്ല. ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവർ അട്രാക്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ സെയിം ക്യാരക്ടർ ആയിരുന്നു. അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് മാം സംഭവിക്കുന്നത്? ഞാൻ ഈ വ്യക്തികളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നാണ് പരിചയപ്പെട്ടത്. അവർ സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഏകദേശം സെയിം ക്യാരക്ടറാണ്. ഇതെങ്ങനെയാണ് മാം സംഭവിക്കുന്നത്? ഇതാണ് റിപ്പീറ്റഡ് പാറ്റേൺ. പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിൽ ചിലർ പറയത്തില്ല, ഒരു ജോലിക്ക് കയറി 2 മാസം ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ജോലി പോകും, അടുത്ത ജോലിയിൽ കയറും, 2-3 മാസം കഴിയുമ്പോൾ അതും പോകും. അതാണ് നമ്മുടെ ലൈഫിലെ റിപ്പീറ്റഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ റിപ്പീറ്റഡ് പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ് കംപ്ലൈൻറ്റിങ് ചെയ്യാതിരിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് സംസാരിക്കൂ. എന്താ സംസാരിക്കാത്ത? ആരും സംസാരിക്കത്തില്ലല്ലോ. മറ്റുള്ളവരെ കുറിച്ച് നല്ലതും സംസാരിക്കൂ, നിങ്ങളുടെ ലൈഫിൽ നല്ലത് തന്നെ വരും. മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തിക്ക് നല്ലതായിട്ടൊന്നും പറയാനില്ല. അവരെ മൈൻഡ് ചെയ്യാതെ, അവരെ നോക്കാതെ, അവരെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ആരെ ഫോക്കസ് ചെയ്തോ നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ എനർജി ആ ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അവർ നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ അതൊരു പാടായിരിക്കും, പക്ഷേ ഓഫ്കോഴ്സ് ഉറപ്പായിട്ടും അത് നടക്കുന്നതായിരിക്കും. ഇത് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെയധികം തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതുപോലെ ഒന്നാണിത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ദിവസം 1000 നെഗറ്റീവ് ചിന്തകളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1000 എന്നുള്ളത് നിങ്ങളൊരു 900 കുറയ്ക്കുക. അടുത്ത ദിവസം അതൊരു 800 കുറയും, പിന്നെ 700 ആവും, പിന്നെ അങ്ങനെ കുറഞ്ഞ് നിങ്ങളുടെ മൈൻഡ് ഒരു പോസിറ്റീവ് തലത്തിലാവും. പിന്നെ നിങ്ങൾ കാണുന്നതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എത്രയും ദുഷ്ടനായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ അവരിൽ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി ആയിരിക്കും. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കുന്നതും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിയും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, സ്റ്റോപ്പ് കംപ്ലൈനിങ് അബൌട്ട് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, താങ്ക് യു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വീഡിയോ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന 90% പേരും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമായി തീരട്ടെ. അതുപോലെ തന്നെ അടുത്ത ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്, ഹീൽ ആൻഡ് റൈസ് എന്ന കോഴ്സ് മാർച്ച് 1 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരാവുന്നതാണ്. പിന്നെ പേഴ്സണൽ സെഷൻസിന് നിങ്ങൾക്ക് എപ്പോൾ വേണേലും കോൺടാക്റ്റ് ചെയ്യാം. ഗ്രൂപ്പ് സെഷനാണ് മാർച്ച് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.